ഇന്നത്തെ വീഡിയോയിലുള്ളത് ദ കോഫി മഗിൻ്റെ ഇപ്രാവശ്യത്തെ ആദ്യത്തെ ക്രിസ്മസ് സ്പെഷ്യൽ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കോഫി ക്രംബിൾ കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു കേക്ക് റെസിപ്പിയാണിത്. ഞാൻ ലിഷ, വെൽക്കം ടു മൈ ചാനൽ ദ കോഫി മഗ്. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കാര്യം, ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളെല്ലാവരും ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. കോഫി ക്രംബിൾ കേക്ക് ഉണ്ടാക്കുന്നതിനായി ആദ്യം കേക്കിന് മുകളിൽ വരുന്ന ക്രംസ് തയ്യാറാക്കിയെടുക്കാം. അതിനായി ഒരു ബൗളിലേക്ക് 1/2 കപ്പും 2 ടേബിൾ സ്പൂൺ മൈദ, 6 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ കറുവപ്പട്ട പൊടിച്ചത്, 1/4 ടീസ്പൂൺ ജാതിക്ക പൊടിച്ചത്, ഒരു നുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ. ഇതിനായി ഞാൻ എടുത്തിരിക്കുന്നത് ബ്രൂ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. ഇവയെല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. ഇതിനി പൊടിയിലോട്ട് മിക്സ് ചെയ്തെടുക്കാം. പൊടി ബട്ടറിന് മുകളിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് പയ്യെ ചെറുതായി തിരുമ്മിയെടുക്കണം, കുഴച്ചെടുക്കരുത്. ഇതിനു വേണ്ടി എടുക്കുന്ന ബട്ടർ റൂം ടെമ്പറേച്ചറിൽ ഉള്ളതായിരിക്കണം, എന്നാൽ ഒത്തിരി സോഫ്റ്റ് ആകാനും പാടില്ല. ഇപ്പോൾ നന്നായി മിക്സായി ക്രംസായി വന്നിട്ടുണ്ട്. ഇതുപോലെ കയ്യിൽ വെച്ച് അമർത്തി കഴിയുമ്പോൾ ഒരു ബോൾ പോലെയും ചെറുതായി ഞെക്കുമ്പോൾ പൊട്ടി പൊടിഞ്ഞു പോവുകയും വേണം. അതാണ് പരുവം. ഇതിനി ഫ്രിഡ്ജിലേക്ക് വെക്കാം. അടുത്തത് സോർ ക്രീം ഉണ്ടാക്കിയെടുക്കണം. അതിനായി ഒരു ബൗളിൽ നല്ലതുപോലെ തണുത്ത 1/4 കപ്പ് വിപ്പിംഗ് ക്രീം അല്ലെങ്കിൽ ഹെവി ക്രീം ഒഴിച്ചു കൊടുക്കാം. അര ടീസ്പൂൺ നാരങ്ങാനീര്, ഒരു നുള്ള ഉപ്പ്, ഇവയെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു വിസ്കോ ബീറ്ററോ ഉപയോഗിച്ച് മീഡിയം സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കണം. ഇത് അത്യാവശ്യം സ്റ്റിഫായി കിട്ടണം. സോർ ക്രീം സാധാരണ വെളിയിലൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ്, പക്ഷെ നമ്മുടെ കടകളിൽ കിട്ടാൻ പാടാണ്. കിട്ടുകയാണെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി കേട്ടോ. ഇപ്പോൾ ക്രീം സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റിവെക്കാം. അടുത്തതായി നമുക്ക് കേക്ക് ഉണ്ടാക്കുന്നതിന് ആവശ്യമായ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കണം. അതിനൊരു ബൗളിലേക്ക് 1/4 കപ്പും 2 ടേബിൾ സ്പൂണും മൈദ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു നുള്ള ഉപ്പും ചേർത്ത് അരിച്ചെടുക്കാം. ഇനി ഒരു വിസ്ക് വെച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് നമ്മുടെ ഓവൻ 175 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇവ മാറ്റി വയ്ക്കാം. അടുത്ത് നമുക്ക് ബാറ്റർ റെഡിയാക്കാം. അതിനൊരു ബൗളിലേക്ക് 1/3 കപ്പ് അൺസോൾട്ടഡ് ബട്ടർ ഇട്ട് കൊടുക്കാം. ഒരുമാതിരി നന്നായിട്ട് സോഫ്റ്റ് ആയിരിക്കുന്ന ബട്ടറാണിത്. ഇവ നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. സോഫ്റ്റ് ആയിരിക്കുന്നത് കൊണ്ട് ഒരു 30 സെക്കൻഡൊക്കെ ബീറ്റ് ചെയ്താൽ മതിയാകും. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പും 1 ടേബിൾ സ്പൂണും പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. ഇവ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. പഞ്ചസാര എടുക്കുമ്പോൾ തരിവലിപ്പം കുറഞ്ഞ പഞ്ചസാരയോ അല്ലെങ്കിൽ കാസ്റ്റർ ഷുഗറോ എടുക്കുന്നതായിരിക്കും നല്ലത്. മീഡിയം സ്പീഡിൽ ഏകദേശം 5 മിനിറ്റ് ബീറ്റ് ചെയ്യണം. ഇതുപോലെ ഞാൻ നേരത്തെ ചോക്ലേറ്റ് ക്രംബിൾ കേക്കും ആപ്പിൾ ക്രംബിൾ കേക്കും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഐകാർഡിലും അൺസ്ക്രീനിലും കൊടുത്തേക്കാം. നിങ്ങൾ അതും കൂടി ഒന്ന് കണ്ടിട്ട് അഭിപ്രായം പറയണേ. ബേക്കിംഗ് താല്പര്യമുള്ളവർക്ക് ചെയ്യാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ള കുറേ നല്ല കുക്കീസിൻ്റെയും കേക്കുകളുടെയും റെസിപ്പീസ് ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ക്രിസ്മസ് കാലമൊക്കെ അല്ലേ വരുന്നത്. സമയമുള്ളപ്പോൾ നിങ്ങളത് കണ്ടിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുക. തീർച്ചയായും ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായവും എന്നെ അറിയിക്കണേ. ഇടയ്ക്ക് സൈഡിൽ പറ്റി പിടിച്ചിരിക്കുന്നതൊക്കെ തൂത്തിട്ട് കൊടുക്കണം. ഇപ്പോൾ പഞ്ചസാരയൊക്കെ ഒരുമാതിരി മെൽറ്റായി നല്ല ഫ്ലഫിയായി വന്നിട്ടുണ്ട്.
ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ മുട്ട ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ വാനില എസൻസും. ഇവയും നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. അടുത്തതായി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സോർ ക്രീം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ ക്രീം ചേർത്തിട്ടുണ്ട്. ക്രീമിന് തണുപ്പുണ്ടെങ്കിൽ കേക്ക് ഉണ്ടാക്കാനായി ചേർക്കുമ്പോൾ തണുപ്പൊക്കെ മാറി റൂം ടെമ്പറേച്ചറിൽ ആയതിനു ശേഷം മാത്രം ചേർക്കുക. ഇവയും ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അവസാനമായി നമ്മൾ അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. ഇവ 2 പ്രാവശ്യമായി ചേർത്ത് കൊടുത്താൽ മതി. ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുമ്പോൾ സ്പാറ്റില ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഓവറായിട്ട് മിക്സ് ചെയ്യരുത്. ജസ്റ്റ് ഇവയെല്ലാം കമ്പൈൻ ചെയ്തെടുത്താൽ മതി കേട്ടോ. രണ്ടാമത്തെ ബാച്ചും ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം. പൊടി നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ കേക്കിൻ്റെ ബാറ്റർ കുറച്ച് തിക്കാട്ടോ. ഇനി ഇവ ബട്ടർ പേപ്പർ വിരിച്ച ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം. ചെറിയൊരു കേക്കാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ സ്ക്വയർ പാനാണ് എടുത്തിരിക്കുന്നത്. പാനിൻ്റെ അടിയിലും സൈഡിലും ബട്ടർ തൂത്തിട്ട് ബട്ടർ പേപ്പർ വിരിച്ചിട്ടുണ്ട്. റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബാറ്റർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ക്രംസ് ബാറ്ററിൻ്റെ മുകളിലായി വിതറി കൊടുക്കണം. അത് ഫുള്ളായിട്ട് അങ്ങ് വിതറി കൊടുക്കാം കേട്ടോ. ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് ലെവലാക്കി എടുക്കണം. ഇനി പ്രീഹീറ്റ് ആയിരിക്കുന്ന ഓവനിലേക്ക് ബേക്ക് ചെയ്യാനായി വയ്ക്കാം. 175 ഡിഗ്രി സെൽഷ്യസിൽ 25 മുതൽ 30 വരെയാണ് ഈ കേക്കിൻ്റെ ബേക്കിംഗ് ടൈം. ഓരോ ഓവൻ അനുസരിച്ച് ബേക്കിംഗ് ടൈമിൽ ചെറിയ വ്യത്യാസങ്ങൾ വരാം. ഇപ്പോൾ കേക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട്. എനിക്ക് 27 മിനിറ്റിലാണ് ബേക്കായി കിട്ടിയത്. ബേക്കിംഗ് കഴിഞ്ഞ് 10 അല്ലെങ്കിൽ 15 മിനിറ്റ് ആകുമ്പോൾ കേക്ക് പാനിൽ നിന്ന് ഡീമോൾഡ് ചെയ്യണം. ഇപ്പോൾ കേക്കിൻ്റെ ചൂടൊക്കെ നന്നായി ആറി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരെണ്ണം എടുത്ത് നോക്കാം. മുകൾ ഭാഗം നല്ല ക്രിസ്പിയും കേക്ക് നല്ല സോഫ്റ്റുമാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാട്ടോ ഇത്. ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കണേ. റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.